അടുത്തു നടന്നതായ വയനാടിൽ നടന്നതായ ആ വെള്ളപ്പൊക്കത്തിൽ പല ജനങ്ങളും പല കുടുംബങ്ങളും ഒലിച്ചു പോയപ്പോൾ അവിടുന്ന് SIS-ന്റെ പ്രവർത്തകന്മാർ അവിടെ പോയി എത്തുകയാണ്. അവിടെ സ്ഥാനത്തെ പ്രവർത്തകർക്ക് അവിടെ കാണിക്കുകയാണ്. എത്രത്തോളം എന്ന് പറയുന്നതാണെങ്കിൽ അവിടുന്ന് പല മയ്യത്തുകളും അവിടുന്ന് ബോഡി പാർട്സുകൾ വേറെ വേറെ ആയിരിക്കുമ്പോൾ അതിനൊന്നും അടിക്കാതെ സ്വന്തം കുടുംബത്തെ പോലെ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് മരിച്ചത് എൻ്റെ മാതാവാണ്, മരിച്ചത് എൻ്റെ ഉമ്മയെ പോലുള്ള ഒരു ഉമ്മയാണ്, എൻ്റെ മക്കളെ പോലുള്ള ഒരു മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആ മയ്യത്തുകളെയൊക്കെ ആ മണ്ണിന്റെയും കല്ലുകളുടെയും വിറകുകളുടെയും അടിഭാഗിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് SIS-ന്റെ സാന്ത്വനം പ്രവർത്തനം ഞങ്ങൾക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. SIS-ന്റെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം എടുത്തു പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് കാലം ഖിയാമത്ത് നാൾ വരെ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് SIS-ന്റെയും SSF-ന്റെയും എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയതായ ആൾക്കാരുടെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിച്ചിരിപ്പുള്ളതായ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. അവസാനമായി നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്, എന്നും നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഈ സ്ഥാപനത്തിന്റെ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും പ്രത്യേകിച്ച് സ്തുല്ലാ താലിഖിൽ തലയുയർത്തി നിൽക്കുന്നതായി ദാറുൽ ഹുദ എന്നുള്ള മഹത്താകപ്പെട്ട സ്ഥാപനം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.